ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സമീപകാലത്ത് ഗംഭീര പ്രകടനമാണ് തന്റെ ക്ലബ്ബായ സാന്റോസിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. അവസാനത്തെ 4 മത്സരങ്ങളിൽ നിന്ന് 6 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 3 ഗോളുകളും 3 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. പക്ഷെ പരിക്ക് പിന്നീട് അദ്ദേഹത്തിന് വില്ലനായി എന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പൗളിസ്റ്റ A1 ആ ഒരു സെമി ഫൈനൽ പോരാട്ടമൊക്കെ നെയ്മർക്ക് നഷ്ടമായിരുന്നു. ബ്രസീലിന്റെ മത്സരങ്ങളും നെയ്മർക്ക് നഷ്ടമായി എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ പരിക്കിൽ നിന്ന് മുക്തനായി കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ലീഗിലെ ആദ്യ മത്സരത്തിൽ അദ്ദേഹം കളിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ സാന്റോസിന്റെ മെഡിക്കൽ ടീമും അതുപോലെ തന്നെ കോച്ചിങ് സ്റ്റാഫും ഒക്കെ ഇപ്പോൾ അദ്ദേഹത്തെ പുറത്തിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പുതിയതായി കൊണ്ട് അദ്ദേഹത്തെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. അതിൽ കൂടുതൽ റിക്കവറി ആവാൻ വേണ്ടി അദ്ദേഹത്തിന് സമയം അനുവദിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സാന്റോസ് എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വാസ്കോക്കെതിരെയുള്ള ബ്രസീലിയൻ ലീഗിലെ ആദ്യ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. സാന്റോസിന്റെ പരിശീലകനായ പെഡ്രോ തന്നെ ഇക്കാര്യം ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് 3 സൈക്കിളുകളാണ് നെയ്മറുടെ ഈ ഒരു റിക്കവറി പ്രോസസ്സിൽ ഉള്ളത്. അതിൽ രണ്ടാമത്തെ സൈക്കിളിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത്. കൂടുതൽ വിശ്രമം അദ്ദേഹത്തിന് നൽകിയാൽ കൂടുതൽ മികച്ച രൂപത്തിലുള്ള ഒരു നെയ്മറെ ലഭിക്കും എന്നൊക്കെയാണ് പെഡ്രോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വാസ്കോക്കെതിരെയുള്ള മത്സരം വരുന്ന 31-ാം തീയതി അഥവാ തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3 മണിക്കാണ് നടക്കുക. ആ മത്സരത്തിൽ നെയ്മർ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം മറ്റൊരു ബ്രസീലിയൻ സൂപ്പർ താരമായ ഫിലിപ്പെ കൂട്ടിഞ്ഞോ വാസ്കോക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെയ്മറും കൂട്ടിഞ്ഞോയും മുഖാമുഖം വരുന്ന ഒരു മത്സരം കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ആരാധകർ ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു പ്രതീക്ഷയും ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.